കാറ്റത്തികളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഒരു നല്ല എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വേറെ ആരുടെ അത്രയും കാണിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നിധിയും സുധീഷും ആയിട്ടുള്ള നിധി സുധീഷ് മൂവ്മെൻറ്റ്സാണ് ഇന്ന് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്നലെ എൻഡ് ചെയ്തെടുത്ത്, അതായത് നികേഷും ഹരീഷും കൂടെ ഇങ്ങനെ സുധീഷിനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കുന്നുണ്ട്. അതായത് നികേഷ് ചോദിക്കുവാണ്, ഏട്ടനറിയാമല്ലോ, ഏട്ടനെ കാത്തിരുന്ന് കാണുന്നു, പിന്നെ അത് ചോദിച്ചാൽ എന്തിനാ ഏട്ടാ? അങ്ങനെ ചോദിക്കുമ്പോൾ ഏട്ടത്തി കരുതത്തില്ലേ അതീ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ്, അതീ പിടിച്ച് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഏട്ടൻ എന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പം ഹരീഷ് പറയും, ഇപ്പോൾ ഉള്ള സ്നേഹം കൂടെ പോയി കാണും എന്ന് പറഞ്ഞിട്ട് ഇവർ പോവും. അപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ, പോയി കാണുമോ? ഇല്ലായിരിക്കും അല്ലേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നിടത്ത് നിർത്തി. പിന്നെ കാണിക്കുന്നത് നിധിയും സുധീഷും കൂടെ പുതിയ ഇൻ്റർവ്യൂവിന് പോകുവാണ്. വണ്ടി പോകുന്ന സമയത്ത് നിധി ഒന്നും മിണ്ടുന്നില്ല, നിധിയല്ല സുധീഷൊന്നും മിണ്ടുന്നില്ല നിധിയോട്. അപ്പോഴത്തേക്കും നിധി ഇങ്ങനെ ആലോചിക്കണം, അല്ലെങ്കിൽ പളവളവളാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇന്നെന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഓർത്ത് നിധി ഇങ്ങനെ ഇരിക്കുമ്പോൾ നിധി ചോദിക്കണം, അല്ല ഇയാളെന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിൽ ഇങ്ങനെ വളവളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, എന്താ ഒന്നും മിണ്ടാത്തതെന്ന്, എന്തേലും ഉണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോഴത്തേക്കും സുധീഷ് പറയും, അല്ല എനിക്കൊന്നുമില്ല, ഞാൻ ചുമ്മാ മിണ്ടായിരുന്നേ ഉള്ളൂ, താനത് വിട് എന്നിങ്ങനെ പറയും. അപ്പോൾ പറയാം, അല്ല എന്താ കാര്യം പറ എന്ന് പറയുമ്പോൾ പറയും, ഇന്നലെ ഞാൻ വരാതിരുന്നപ്പോൾ താൻ വിളിച്ചപ്പോൾ ഞാൻ ഓർത്ത് എനിക്കെന്തെങ്കിലും പറ്റിയാലോ എന്നോർത്തിട്ടാണ് താൻ വിളിക്കുന്നതെന്ന്. പക്ഷേ താനോ, എനിക്കെന്തെങ്കിലും പറ്റിയാൽ തൻ്റെ അച്ഛനും തനിക്കും തൻ്റെ ചേട്ടനും പഴി കേൾക്കുമെന്ന് ഓർത്തല്ലേ വിളിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, അതൊന്നും കൊള്ളില്ല. അപ്പം നിധി ഒന്നും കുറച്ച് നേരം മിണ്ടുന്നില്ല. അപ്പം നിധി കുറച്ച് നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരത്തേക്കും സുധീഷ് ഇങ്ങനെ അല്ലെങ്കിൽ ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇപ്പോൾ ഒരു സോറി പറയേണ്ടതാണല്ലോ, ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു, സോറി പറയേണ്ട സമയം കഴിഞ്ഞല്ലോ, പിന്നെ എന്താണാവോ ഒന്നും മിണ്ടാത്തത് എന്നിങ്ങനെ സുധീഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണേ. അന്നേരത്തേക്കാണെങ്കിൽ നിധി ഇങ്ങനെ പറയുകയാണ്, അതൊന്നും കൊണ്ടല്ല, എന്നെ കുറേ ഹെൽപ്പ് ചെയ്തൊരാളല്ലേ, അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഉറക്കൊളച്ചിരുന്നത്. അത് തന്നെ, അല്ലാതെ എൻ്റെ ചേട്ടനും തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ ചേട്ടനോ എനിക്കോ പഴിയേക്കോ എന്ന് ഓർത്തിട്ടല്ല, തനിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ഓർത്തിട്ട് തന്നെ ഞാൻ ഇന്നലെ ഉറക്കൊളച്ചിരുന്നതെന്ന് നിധി ഇങ്ങനെ അവിടെ സമ്മതിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സുധീഷിന് ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആണെങ്കിൽ പിന്നെ സുധീഷ് പറയും, ആയിരുന്ന അല്ല, പക്ഷേ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരിത് എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ സുധീഷ് ഇങ്ങനെ വായടയ്ക്കാതെ സംസാരിച്ച് നിർത്തുന്നില്ല. അവസാനം നിധി പറയാണ്, അപ്പം നിധി പറയാണ്, ഒന്നും മിണ്ടാതിരിക്കാവോ സുധീഷ്, ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് തലയ്ക്ക് വട്ട് പിടിക്കുന്നുണ്ട്, ഇതിനൊക്കെ മിണ്ടാണ്ടിരിക്കാവോ ഇച്ചിരി നേരം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സുധീഷ് പറയണേ, നമ്മൾ മിണ്ടിയാൽ കുറ്റം, മിണ്ടിയില്ലെങ്കിൽ കുറ്റം, സംസാരിച്ചില്ലേ അത് പ്രശ്നം, സംസാരിച്ചാൽ അത് പ്രശ്നം. അപ്പോൾ നിധി പറയും, ഇതിനേക്കാൾ ഭേദം സംസാരിക്കാതിരിക്കുന്നതായിരുന്നു എന്ന് പറയുമ്പോൾ, എങ്കിൽ ഞാനിനി ഒന്നും മിണ്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നിട്ട് അപ്പോൾ ഇൻ്റർവ്യൂവിന് കൊണ്ട് അവിടെ ഇറക്കും. അന്നേരത്തേക്ക് നിധി പറയും, ഇറങ്ങുമെന്ന് പറയുമ്പോൾ സുധീഷൊന്നും മിണ്ടത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് സുധീഷ് പറയും, അത് എന്നോടൊന്നും മിണ്ടരുതെന്നല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് പറയുമ്പോൾ പറയും, ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി നിധി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും റിസപ്ഷനിസ്റ്റ് പറയും, അവിടെ ഇരിക്കും, ഞാൻ അപ്പോയിൻമെൻ്റ് ആണല്ലേ, അപ്പം പറയാം, അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടിയില്ല, ഇൻ്റർവ്യൂവിന് വന്നതാ എന്ന് പറയുമ്പോൾ പറയും, അതിങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, ഞാൻ സാറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സാറിൻ്റെ ക്യാബിനിൽ പോകുന്നു. സംസാരിച്ചിട്ട് നിധിയോട് പറയും, അങ്ങോട്ടേ ഇല്ല, അവിടെയാണ് സാറിൻ്റെ ക്യാബിൻ, അങ്ങോട്ട് ചെന്നോളാൻ പറയും. അവിടെ ചെല്ലുമ്പോഴത്തേന് നിധി എക്സ്ക്യൂസ് മീ സാറെന്ന് പറയുമ്പോൾ പറയും, എടാ എന്നെ കണ്ടാൽ അത്ര പ്രായമൊന്നും തോന്നത്തില്ലല്ലോ, എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷന് ശേഷം പുള്ളി പറയുകയാണ്, എന്തിനാ ഇത്ര നെർവസ് ആയിട്ടിരിക്കുന്നത്, നെർവസ് ആവണ്ട, കാമായിട്ടിരിക്കും, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് പറയുകയാണ്. ഇതങ്ങനെ വലിയ കമ്പനി സെറ്റപ്പൊന്നും അല്ല, ഇത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാണ്, അത് തന്നെയല്ല ഇത്
ഒരു എല്ലാവർക്കും ടുഗെദറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അങ്ങനെ ഓണർ അങ്ങനെ ഒരു ഇതില്ല. എല്ലാവർക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും പറയും, ആഹാ ഗോൾഡ് മെഡലിസ്റ്റൊക്കെ ആണല്ലോ, ഇത്ര നന്നായിട്ട് ഇത്രയും മാർക്കൊക്കെ ഉള്ള ഒരാളല്ലേ എന്ന് ചോദിക്കും. അപ്പം നിധി ഇങ്ങനെ ഒരു പ്രൗഡ് മൊമെൻറ്റ് നിധിക്ക്. അത് കഴിയുമ്പോഴത്തേക്കും പറയും എന്താ ഓക്കെയാണ്, ആൾ തൻ്റെ ഫസ്റ്റ് ജോലിയല്ലേ ഇത്, അപ്പോഴത്തേക്കും ഇനി അപ്പോയിൻമെൻറ്റ് ഓർഡർ വരും ഉടനെ തന്നെ, ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് മെയിൽ ചെയ്താക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ചോദിക്കും, അല്ല ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ പറയും, അല്ല താൻ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതിൻ്റെ കാര്യമൊന്നുമില്ല, തൻ്റെ കഴിവ് ഈ സർട്ടിഫിക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ പ്രൂവ് ചെയ്യേണ്ടത് ജോലി ചെയ്തിട്ടാണ്, അതിനുള്ള അവസരം ഞാൻ തരും, അന്നേരം പ്രൂവ് ചെയ്താൽ മതി. പിന്നെ സാലറി ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 20,000 ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എഫിഷ്യൻസി പോലെ കൂട്ടി വരും, ഇൻക്രിമെൻറ്റും അല്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് ഇതാണ് ആദ്യത്തെ ന്യൂ ജോയിനീസിനൊക്കെയുള്ള സാലറി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിധി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നിധിക്ക് ജോലി കിട്ടി. അങ്ങനെ നിധി തിരിച്ച് കാറിലോട്ട് വരുന്ന സമയത്ത് സുധീഷാണ് നല്ല ഉറക്കമാണ്. അപ്പം നിധി അവിടെ കയറി ഇരുന്നിട്ട് അവിടെ ഒരു ഗണപതിയുടെ ചെറിയൊരു സംഭവമുണ്ട്. അതിൽ നോക്കിയാൽ ഗണപതിനെ നോക്കിയിട്ട് ഇങ്ങനെ നിധി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുധീഷ് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ്, ഇയാൾ വന്നോ, എന്താ വന്നോണ്ടേ പ്രാർത്ഥന, അപ്പോൾ ഇതും പോയോ പഴയതുപോലെ? അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, മിണ്ടാതിരി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും ചോദിക്കുന്നുണ്ട്, എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിധി പിന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പറയും, എനിക്ക് ഈ ജോലി കിട്ടി. അപ്പോഴത്തേക്കും പറയും, ആഹാ രണ്ടാമത്തെ വട്ടം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴേ ജോലി കിട്ടിയ, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കൺഗ്രാറ്റ്സ് മേടിക്കുന്നുണ്ട്. അപ്പോൾ നിധിയുടെ സാലറി ചോദിക്കുമ്പോൾ പറയും 20,000 എന്ന്. അപ്പോൾ സുധീഷ് ശരിക്കും 20,000 തന്നെയാണോ? അപ്പോഴത്തേക്കും സുധീഷിന് അപ്പോൾ പറയാം, 20,000 അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സാലറി ഒക്കെ കുറവായിരിക്കും, ഇതൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് സാലറി. അതായത് കാര്യം ഞാൻ ആദ്യമായിട്ടല്ലേ ജോലിക്ക് പോകുന്നത്, അപ്പോൾ അതിൻ്റേതായ ഇതുകളും ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്കും സുധീഷ്, ആണോ എന്നാലും 20,000 ആണോ, താൻ വലിയ ഗോൾഡ് മെഡലിസ്റ്റൊക്കെ അല്ലേ, എന്നിട്ട് 20,000 ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയും, അത് അങ്ങനെ സ്റ്റാർട്ടിങ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പറയും, വെറും ഒരു ഡ്രൈവറായ എനിക്ക് തൻ്റെയൊക്കെ ഇരട്ടി സാലറി കിട്ടാറുണ്ട്, എൻ്റെ ഇരട്ടി സാലറിയുടെ. അപ്പം തനിക്കെന്താ അന്ന് ആണ് ഞാൻ ഓർത്തത്, താൻ 10-15 ലക്ഷം മുടക്കിയായിരിക്കും അല്ലേ പഠിച്ചിട്ടുണ്ടാവുന്നത്, അപ്പോഴത്തേക്കും തനിക്ക് ഈ സാലറി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, അല്ല ഈ 15 ലക്ഷം ലോൺ എടുക്കുന്ന നേരത്ത് ഒരു 15 ലക്ഷം രൂപ എടുത്തിട്ട് 5-6 വണ്ടി മേടിച്ചിട്ടിട്ട്, ഒരു ലോൺ എടുത്ത് 5-6 വണ്ടി മേടിച്ചിട്ടിട്ട് അവരുടെ ഡ്രൈവർമാർക്ക് ഓടാൻ കൊടുക്കണം, അപ്പം ഇത്ര രൂപ ലാഭം കിട്ടും എന്നിങ്ങനെ സുധീഷ് പറയുമ്പോഴത്തേക്കും നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിധി പറയുകയാണ്, ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ച ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, അതിനതിൻ്റേതായ സ്റ്റാറ്റസ് ഉണ്ട്, അതിനത് ഒരു പ്രത്യേക സന്തോഷമുണ്ട്, അല്ലാതെ പൈസ മാത്രമല്ല എല്ലാത്തിനും. പൈസ ഒക്കെ അങ്ങനെയാണ്, ആദ്യമൊക്കെ കുറവായിരിക്കും, പിന്നെ ഓരോ വർഷവും നമ്മുടെ എഫിഷ്യൻസി കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇൻക്രിമെൻറ്റും വേറെ കുറേ കാര്യങ്ങൾ കിട്ടും, അപ്പോഴത്തേക്ക് സാലറി ഇൻക്രീസ് ആവും. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇരട്ടി സാലറി, തന്നെയൊക്കെ കൂടുതൽ സാലറി ഞാൻ വാങ്ങിക്കും എന്നിങ്ങനെ നിധി പറയുന്നുണ്ട്. അതാണ് അങ്ങനെ ഒരു കോൺവെർസേഷൻ നടത്തി കഴിയുമ്പോൾ പിന്നെ സുധീഷ് പിന്നെ ഓർക്കും, വേണ്ടായിരുന്നു പറയണ്ടായിരുന്നു, സുധീഷ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിധിക്ക് ശരിക്കും ദേഷ്യം വന്നായിരുന്നേ. അപ്പോഴത്തേക്കും ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കും. നിധി ഒരിക്കലും വണ്ടി എടുക്കട്ടെ, അപ്പം നിധി ഒന്നും മിണ്ടത്തില്ല. പിന്നെ നിധി ഞാൻ വണ്ടി എടുക്കട്ടെ, അപ്പോഴത്തേക്കും നിധി ഒന്നും മിണ്ടത്തില്ല. അത് കഴിഞ്ഞ് വണ്ടി എടുക്കും. വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ, വണ്ടി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിധിയോട് പറയുകയാണ്, അല്ല നിധി, താൻ പഠിച്ച തൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് തനിക്ക് ഇതിലും നല്ല ജോലി അല്ലെങ്കിൽ ഇതിലും കൂടുതൽ സാലറി കിട്ടേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ താനെന്ന് ആലോചിച്ചേ, രണ്ടാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തന്നെ തനിക്ക് ജോലി കിട്ടിയില്ലേ, അത് വലിയൊരു കാര്യമല്ലേ, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് വീണ്ടും കൈ കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും നീ ഇത് കൈ കൊടുക്കുകയില്ല. അപ്പം ഇങ്ങനെ നാണം കിട്ടുപോയി കേട്ടോ സുധീഷ്. അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ നിധി പറയാണ്, നേരെ നോക്കി വണ്ടി ഓടിച്ചാൽ മതി
വണ്ടി ഓടിക്കാതെയോ എന്ന് പറയും. അപ്പം സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറയാം, ഒത്തില്ല. അങ്ങനെ കുറച്ച് മൊമെൻറ്റ്സാണ് നിധി സുധീഷുമായിട്ടുള്ള നല്ല കുറച്ച് മൊമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. നിധി ചെറുതായിട്ടൊന്ന് വഴക്കിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹരീഷും നീതുവും ആയിട്ടുള്ള ഇതാണ്. ഹരീഷ് അവിടെ നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീതു അവിടെ നിന്ന് നടന്നു വന്നെ. നീതു നടന്നു വന്നെ കണ്ടിട്ട് അവിടെയുള്ള പയ്യന്മാരിങ്ങനെ പറയാം, തേടാ നീ കണ്ടോടാ അതാരാടാ വന്നെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹരീഷ് നോക്കുമ്പോൾ നീതു. അപ്പോൾ ഹരീഷാണെങ്കിൽ എഴുന്നേറ്റ് ഓടാൻ പോകണം. അമ്മയെന്ന് വിളിച്ചിട്ട് പുറകോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ഓടാൻ പോകണം. അപ്പോഴത്തേക്കും അവന്മാർ ചോദിച്ചു, അല്ല അച്ഛനെ ഇവിടെ പോകണം, ചായ കുടിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഉടനെ ഹരീഷ് പറയണം, ഞാൻ ചായ കുടിക്കാൻ പോകുമെന്ന്. അപ്പോഴത്തേക്കും പറയാം, അല്ല ഇപ്പം ചായ കുടിക്കുന്ന സമയമല്ലല്ലോ. അതിന് ഇതെന്താ ഓഫീസ് വല്ലതും ആണോ ചായ കുടിക്കാൻ സമയം നോക്കാനായിട്ട്? അങ്ങനെ സമയമൊന്നുമില്ല, എനിക്കിപ്പോൾ ചായ കുടിക്കണമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അവർ വിടത്തില്ല. അപ്പം അപ്പോഴത്തേക്ക് ഇവർ പറയും, അതെന്താ നീതുവിനൊക്കെ ഇട്ട് പേടിച്ചോടുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എന്തിനാ ഞാനവളെ പേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കാം. എന്നാൽ അവിടെ ഇരി എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കും. അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഇവളവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഒന്നും മിണ്ടാതെ നീതു അവിടെ വന്ന് ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് ലേസ് പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് ഹരീഷിന് കൊടുക്കുമ്പോൾ ഹരീഷ് മേടിക്കത്തില്ല. ഹരീഷിനോട് ഇങ്ങനെ പറയും, അല്ല എന്നോട് എന്താ പ്രശ്നമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വോയിസോ മെസ്സേജോ ഒന്നും ഇടത്തില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ചോദിക്കും, നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാനാ, നീ അതിനൊരു സമയം തരണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീതു പറയും, അല്ല ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കും. ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ അത് എന്താണെന്ന് ചോദിക്കാൻ അടുത്ത വിളിക്കും, പിന്നെ എങ്ങനെ ഞാനത് പറയുന്നത് എന്നിങ്ങനെ ഹരീഷ് പറയുമ്പോഴത്തേക്കും പറയും, ഇനി അത് വീട് നമുക്ക് മൂവ് ഓൺ ആവാം, എന്നിട്ട് നമുക്ക് നമ്മുടെ പഴയ പോലെ ആകാം എന്നിങ്ങനെ പറയുമ്പോൾ എന്നിങ്ങനെ ഹരീഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയും, പിന്നെയും നിൻ്റെ ആ വിളിച്ചുള്ള ശല്യം ചെയ്യൽ തുടരും എന്നല്ലേ അർത്ഥം എന്നാണല്ലേ ഉദ്ദേശിച്ചത്. അപ്പം നീ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ, അതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നീതു പറയും, അല്ല എനിക്ക് ശബ്ദം കേൾക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ വിളിക്കും, അതെപ്പോഴാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, എപ്പോഴാണ് തോന്നുന്നത് അപ്പം ഞാൻ വിളിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഹരീഷ് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ഹരീഷേ നിനക്കിത് എപ്പോഴാണോ തിന്നാൻ തോന്നുന്നത് അപ്പം നീ തിന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഹരീഷിനുള്ള ലേസ് അവിടെ വെച്ചിട്ട് നീതു അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഹരീഷ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും അവർ പറയും, ആശാനെ ആ ലേസ് എടുത്ത് കഴിക്കും എന്ന് പറയുമ്പോൾ ഇനി എന്തായാലും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് തുടച്ച് കഴിക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതു കണ്ടിട്ട് പറയും, ഗുഡ് ബോയ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പറയും അപ്പോൾ ഹരീഷ് ഇങ്ങനെ ചിരിക്കും. അങ്ങനെ ഒരു നല്ലൊരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ടാണ് അവരുടെ പിണക്കമൊക്കെ മാറി. ആ ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഇന്നത്തെ നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും നിധിയും സുധീഷുമായിട്ടുള്ള മൊമെൻറ്റ്സും പിന്നെ കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഹരീഷും നീതുമായിട്ടുള്ള മൊമെൻറ്റ്സാണ്, നല്ല മൊമെൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.